2024 2025 ഫൈനാൻഷ്യൽ ഇയർ ഇനി തീരുവാൻ കുറച്ച് ദിവസം കൂടിയുള്ളൂ. നിങ്ങളിൽ പലരും എങ്ങനെ നിങ്ങളുടെ ടാക്സ് ലയബിലിറ്റി കുറയ്ക്കാം, ഏത് തരത്തിലുള്ള ടാക്സ് സേവിംഗ് സ്കീമുകളിൽ നിക്ഷേപം നടത്തിയാൽ നിങ്ങളുടെ ടാക്സ് ലയബിലിറ്റി കുറയും എന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്ന സമയമായിരിക്കാം, അല്ലെങ്കിൽ അതേപോലെയുള്ള നിക്ഷേപങ്ങൾ നടത്തുന്ന സമയമാകാം. എന്നാൽ നിയമപരമായിട്ടുള്ള രീതിയിൽ എങ്ങനെയാണ് നിങ്ങളുടെ ടാക്സ് ലയബിലിറ്റി കുറയ്ക്കാൻ സാധിക്കുക എന്നതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾ മ്യൂച്വൽ ഫണ്ടുകളിലും ഷെയർ മാർക്കറ്റിലും മറ്റും നിക്ഷേപം നടത്തുന്ന വ്യക്തികളാകാം. ഇന്നത്തെ നമ്മുടെ മാർക്കറ്റ് സിറ്റുവേഷനിൽ നിങ്ങൾ മ്യൂച്വൽ ഫണ്ടുകളിലോ അല്ലെങ്കിൽ ഇക്വിറ്റി മാർക്കറ്റിലോ നടത്തിയിരിക്കുന്ന നിക്ഷേപങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് നഷ്ടമുണ്ടായേക്കാം. അതേപോലെ തന്നെ നിങ്ങളൊരു ലോങ് ടേം ഇൻവെസ്റ്റർ ആണെങ്കിൽ നിങ്ങൾ നേരത്തെ നടത്തിയിരിക്കുന്ന നിക്ഷേപങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ലാഭം കാണിക്കുന്നുണ്ടാവാം. എങ്ങനെയാണ് നിയമപരമായിട്ടുള്ള രീതിയിൽ നിങ്ങളെ ക്യാപിറ്റൽ ഗെയിനിൽ നിന്ന് നിങ്ങൾക്കുണ്ടാകാവുന്ന ടാക്സ് ലയബിലിറ്റി കുറയ്ക്കാൻ പറ്റുക എന്ന് നമുക്ക് നോക്കാം. സാധാരണയായിട്ട് ഇതിന് രണ്ട് തരത്തിലുള്ള മെത്തേഡുകളാണ് ഫോളോ ചെയ്യുന്നത്. ഒന്ന് ക്യാപിറ്റൽ ഗെയിൻ ഹാർവെസ്റ്റിങ്ങും മറ്റൊന്ന് ക്യാപിറ്റൽ ലോസ് ഹാർവെസ്റ്റിങ്ങും. ക്യാപിറ്റൽ ഗെയിൻ ഹാർവെസ്റ്റിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിലോ അല്ലെങ്കിൽ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകളിലോ നടത്തിയിരിക്കുന്ന നിക്ഷേപങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ഒരു വർഷം ഉണ്ടാകാവുന്ന ക്യാപിറ്റൽ ഗെയിന് ഇൻകം ടാക്സിൻ്റെ പ്രൊവിഷൻ അനുസരിച്ച് ചില എക്സംഷൻസ് ഒക്കെ ഉണ്ട്. നിങ്ങൾ ഇക്വിറ്റി മാർക്കറ്റിലും ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകളിലും നിക്ഷേപം നടത്തി ഒരു വർഷത്തിന് ശേഷമാണ് നിങ്ങൾ യൂണിറ്റുകളോ ഷെയറുകളോ വിൽക്കുന്നതെങ്കിൽ അതിൽ നിന്ന് ഉണ്ടാകാവുന്ന ലാഭത്തെ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് കൺസിഡർ ചെയ്ത് നിങ്ങൾ വെറും 12.5% മാത്രം ടാക്സ് കൊടുത്താൽ മതി. എന്നാൽ ഇൻകം ടാക്സിൻ്റെ മറ്റൊരു പ്രൊവിഷൻ അനുസരിച്ച് ഒരു വർഷം നിങ്ങൾക്ക് ഉണ്ടാകാവുന്ന ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ, അതായത് ഇക്വിറ്റി ഷെയറുകളിലോ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകളിൽ നിന്നോ നിങ്ങൾക്കുണ്ടാകാവുന്ന ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിന് 1,25,000 രൂപ വരെയും ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങളൊരു ലോങ് ടൈം ഇൻവെസ്റ്റർ ആണ്. നിങ്ങൾക്ക് ഇക്വിറ്റി മാർക്കറ്റിൽ നിന്നോ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകളിലോ നിന്നുള്ള നിക്ഷേപങ്ങളിൽ നിന്ന് ഒരു വർഷം അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഷെയറിൽ നിന്നുള്ള ക്യാപിറ്റൽ ഗെയിൻ 1.25 ലക്ഷം രൂപയിൽ കൂടുതലാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ടാക്സിൻ്റെ ബെനിഫിറ്റ് എടുക്കുന്നതിന് വേണ്ടിയിട്ട് ആ പർട്ടിക്കുലർ ഷെയറോ അല്ലെങ്കിൽ ഒന്നിലധികം ഷെയറോ ഒന്നിലധികം മ്യൂച്വൽ ഫണ്ട് സ്കീമുകളോ നിങ്ങൾക്ക് വിറ്റതിന് ശേഷം 1.25 ലക്ഷം രൂപ വരെയും വരുന്ന ഗെയിനിന് നിങ്ങൾക്ക് ടാക്സ് കൊടുക്കാതെ മുന്നോട്ട് പോകാം. ഇതാണ് മെയിനായിട്ടും ടാക്സ് ഗെയിൻ ഹാർവെസ്റ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പലപ്പോഴും ഇക്വിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾ നിങ്ങൾക്ക് നഷ്ടം തന്നിട്ടുണ്ടാവാം. ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ കഴിഞ്ഞ 6 മാസമായിട്ട് നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരുപാട് കറക്ഷൻസ് വന്നിട്ടുണ്ട്. നിങ്ങൾ കഴിഞ്ഞ ഒരു വർഷം മുന്നെയോ മറ്റോ ഇൻവെസ്റ്റ്മെൻറ്റുകൾ സ്റ്റാർട്ട് ചെയ്ത വ്യക്തികളാണെങ്കിൽ നിങ്ങളുടെ നിക്ഷേപത്തിൽ നിന്ന് നിങ്ങൾക്ക് ലോസ് ഉണ്ടായിട്ടുണ്ടാവാം. അൺറിയലൈസ്ഡ് ലോസ് എന്നാണ് അതിന് പറയുക. ഇതുപോലെ സെക്യൂരിറ്റി വിറ്റ് പണമാക്കിയാൽ മാത്രമാണ് അത് റിയലൈസ്ഡ് ലോസ് ആകുള്ളൂ. ടാക്സ് ലോസ് ഹാർവെസ്റ്റിങ്ങിലൂടെ നിങ്ങൾക്ക് ഇവിടെ ഒരു അവസരം ലഭിക്കുകയാണ്. പലപ്പോഴും നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ നിങ്ങൾ ഹോൾഡ് ചെയ്യുന്ന ഷെയറുകൾ നല്ല ഷെയറുകളല്ലായിരിക്കാം, ഫണ്ടമെൻ്റലി സ്ട്രോങ് അല്ലാത്ത ഷെയറുകളാകാം, അല്ലെങ്കിൽ ഓവർ വാല്യൂഡ് ആയിട്ടുള്ള ഷെയറുകളാകാം. ഫ്യൂച്ചറിലേക്ക് അതേപോലെയുള്ള നിക്ഷേപങ്ങളിൽ നിന്ന് നമുക്ക് നല്ലൊരു ഗെയിൻ ലഭിക്കുകയില്ല എന്ന് നിങ്ങൾ ഉറച്ച് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അതേപോലെയുള്ള സ്റ്റോക്കുകൾ വിറ്റ് ലോസ് ബുക്ക് ചെയ്യണം. ഉണ്ടാകുന്ന ലോസ് നിങ്ങൾക്കുണ്ടാകാവുന്ന ക്യാപിറ്റൽ ഗെയിനുമായിട്ട് നിങ്ങൾക്ക് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ വരുന്ന 8 വർഷത്തേന് ഇത് ക്യാരി ഫോർവേഡ് ചെയ്യാനും പറ്റും. നിങ്ങൾ മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപം നടത്തുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് രജിസ്റ്റർ ചെയ്യുക. ആംഫി രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു MFT നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഒബ്ജക്റ്റീവിന് ബേസ് ചെയ്ത് നിങ്ങളുടെ റിസ്ക് പ്രൊഫൈൽ അനലൈസ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ട് സ്കീമുകൾ സജസ്റ്റ് ചെയ്യുന്നതാണ്. മ്യൂച്വൽ ഫണ്ട് സ്കീമുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് സീരിയസ് ആയിട്ട് ആലോചിക്കുന്ന വ്യക്തികൾ മാത്രം രജിസ്റ്റർ ചെയ്താൽ മതി. എങ്ങനെയാണ് ടാക്സ് ഗെയിൻ ഹാർവെസ്റ്റിംഗ് അതേപോലെ തന്നെ ടാക്സ് ലോസ് ഹാർവെസ്റ്റിംഗ് വർക്ക് ചെയ്യുക എന്നതിനെക്കുറിച്ച് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രസൻറ്റേഷൻ ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഈ പ്രസൻറ്റേഷനിൽ നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങളെല്ലാം വിശദീകരിക്കുന്നതാണ്. കൂടാതെ തന്നെ ഈ ഫിനാൻഷ്യൽ ഇയറിൽ ഞാനും എൻ്റെ സ്വന്തം ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് ടാക്സ് ഗെയിൻ ഹാർവെസ്റ്റിങ്ങും അതേപോലെ ടാക്സ് ലോസ് ഹാർവെസ്റ്റിങ്ങും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ്, ഏതൊക്കെ തരത്തിലുള്ള സെക്യൂരിറ്റികളാണ് ഞാൻ വിറ്റത്, എത്രയൊക്കെ ലോസാണ് ഞാൻ അതിൽ നിന്ന് ബുക്ക് ചെയ്തത്, എങ്ങനെയാണ് ഈ വരുന്ന ക്യാപിറ്റൽ ലോസ് ക്യാപിറ്റൽ ഗെയിനുമായിട്ട് സെറ്റ് ഓഫ് ചെയ്തത്, അതേപോലെ വരുന്ന 8 ഫിനാൻഷ്യൽ ഇയറിലേക്ക് ഈ എമൗണ്ട് എങ്ങനെയാണ് ഞാൻ ക്യാരി ഫോർവേഡ് ചെയ്യാൻ പോകുന്നത്,
ഈ വിട്ടു കിട്ടിയിരിക്കുന്ന എമൗണ്ട് എങ്ങനെയാണ് ഫർദറായിട്ട് ഞാൻ യൂട്ടിലൈസ് ചെയ്യാൻ പോകുന്നത്, ഈ കാര്യങ്ങളും വിശദീകരിക്കുന്ന മറ്റൊരു പ്രസൻറ്റേഷനും ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഈ പ്രസൻറ്റേഷൻ ഒന്ന് കണ്ടു നോക്കൂ. Investors can legally reduce their tax burden on capital gains through effective tax planning strategies. Tax gain harvesting and tax loss harvesting are two essential techniques under Indian income tax rules that help investors minimize their tax liability and maximize returns. This presentation explains these concepts with step-by-step computations and relevant income tax provisions. What is tax gain harvesting? Tax gain harvesting is the strategy of selling profitable investments to take advantage of lower tax rates or the tax exempt limit for long-term capital gains. The purpose is to reset the cost basis and utilize the exemption limit effectively. What is tax loss harvesting? Tax loss harvesting involves selling investments at a loss to offset taxable capital gains and reduce overall tax liability. Helps investors manage tax-efficient investing and optimize portfolio performance. Tax gain harvesting helps investors utilize exemption and pay minimal TSAG tax. Tax loss harvesting reduces taxable gains, ensuring better tax efficiency. By applying these strategies annually, investors can significantly optimize their portfolio returns and reduce tax liability. ഈ പ്രസൻറ്റേഷനിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എങ്ങനെയാണ് ടാക്സ് ഗെയിൻ ഹാർവെസ്റ്റിംഗ് അതേപോലെ ടാക്സ് ലോസ് ഹാർവെസ്റ്റിംഗ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നതെന്നുള്ളതാണ്. ഇതെൻ്റെ തന്നെ ഒരു പോർട്ട്ഫോളിയോ ആണ്. ഞാൻ റീസെൻ്റായിട്ട് ചില സ്റ്റോക്കുകൾ ലോസിൽ വിറ്റു. അതേപോലെ തന്നെ പ്രോഫിറ്റുള്ള ചില സ്റ്റോക്കുകളുണ്ട്. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ 5-6 മാസമായിട്ട് മാർക്കറ്റ് ഒരുപാട് ഡൗൺവേർഡ് ട്രെൻഡിലാണ്. അപ്പോൾ എങ്ങനെയാണ് എഫക്റ്റീവായിട്ട് നമുക്ക് ലോസ് തന്നിരിക്കുന്ന സ്റ്റോക്കുകൾ വിറ്റിട്ട് ക്യാപിറ്റൽ ഗെയിൻ അല്ലെങ്കിൽ ക്യാപിറ്റൽ ലോസ് ഹാർവെസ്റ്റിങ്ങിലൂടെ ടാക്സ് സേവ് ചെയ്യാൻ പറ്റുന്നത്, അതോടൊപ്പം തന്നെ നമ്മൾ ഈ വിറ്റിരിക്കുന്ന എമൗണ്ട് അല്ലെങ്കിൽ നമ്മൾ ഈ ലോസിൽ വിറ്റിരിക്കുന്ന സ്റ്റോക്കുകളും മറ്റും പ്രോഫിറ്റബിൾ ആയിട്ടുള്ള രീതിയിൽ ഫർദറായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. ഈ കാര്യങ്ങളാണ് മെയിനായിട്ട് ഈ പ്രസൻറ്റേഷനിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഞാൻ ഏതൊക്കെ കമ്പനികളാണെന്നുള്ള പേര് ഞാനിവിടെ ഡിസ്ക്ലോസ് ചെയ്യുന്നില്ല. കാരണം നമുക്കത് പബ്ലിക്കായിട്ട് ഡിസ്ക്ലോസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ റൂളിന് വയലേഷനാണ്. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഞാൻ കമ്പനികളുടെ പേര് ഞാനിവിടെ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട്. അപ്പം ഈ ആദ്യത്തെ 2 കമ്പനികളിൽ നിന്ന് ഉള്ള നിക്ഷേപത്തിൽ നിന്ന് എനിക്ക് ലഭിച്ചിരിക്കുന്നത് ഏകദേശം 1,30,000 ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആണ്. നമ്മുടെ ഇൻകം ടാക്സിൻ്റെ റൂൾ അനുസരിച്ചിട്ട് ഒരു വർഷം നമുക്ക് 1.25 ലക്ഷം രൂപ വരെയുള്ള ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ, അതായത് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് ഒരു വർഷത്തിന് ശേഷമാണ് വിഡ്രോ ചെയ്യുന്നതെങ്കിൽ അതിന് ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഈ കേസിൽ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ എനിക്ക് വന്നിരിക്കുന്നത് ഏകദേശം 1,30,000 രൂപയോളാണ് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ സ്റ്റോക്കുകൾ വിറ്റ് കഴിഞ്ഞാൽ ഇതിൽ വരുന്ന 1.25 ലക്ഷം രൂപയ്ക്ക് ഞാൻ ടാക്സ് കൊടുക്കേണ്ട ബാധ്യതയില്ല. പിന്നെ ഇതിൽ വരുന്ന ചെറിയൊരു എമൗണ്ട് 3,000-4,000 രൂപ ഇതിൽ എക്സ്ട്രാ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ അതാണ് എൻ്റെ ടാക്സ് ലയബിലിറ്റിയിൽ വരുള്ളൂ. പക്ഷേ എനിക്കിവിടെ വന്നിരിക്കുന്ന എക്സ്ട്രാ ആയിട്ട് വന്നിരിക്കുന്ന ആ പ്രോഫിറ്റ് എനിക്ക് ലോസിൽ അത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതെല്ലാം ഷോർട്ട് ടൈം ക്യാപിറ്റൽ ലോസ് ആണ്. ഈ കാണിക്കുന്നതെല്ലാം ഈ കോളത്തിൽ കാണിക്കുന്നത് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ലോസ് ആണ്. കാരണം ഞാനിത് ഒരു വർഷത്തിനുള്ളിൽ വാങ്ങിയ ഷെയറുകളാണ്. അതിൽ നിന്നെല്ലാം ഒരുപാട് ലോസ് അതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട്. ഈ ഗ്രീൻ കളറിൽ കാണുന്ന വളരെ ചുരുക്കം സ്റ്റോക്കുകളിൽ നിന്ന് മാത്രമാണ് ക്യാപിറ്റൽ ഗെയിൻ, അതായത് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ വന്നിട്ടുള്ളൂ. അപ്പോൾ ഏകദേശം 11.5 ലക്ഷം രൂപയുടെ ലോങ് ടൈമും ഷോർട്ട് ടൈം ക്യാപിറ്റൽ ലോസ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. ബേസിക്കായിട്ട് ഇത് റിയൽ ആയിട്ടുള്ള ഒരു കേസാണ്. ഇതിവിടെ ഞാൻ കാണിക്കുന്നതിൻ്റെ മെയിനായിട്ടുള്ള ഉദ്ദേശം എന്ന് വെച്ചാൽ എങ്ങനെയാണ് നമുക്ക് എഫക്റ്റീവായിട്ട് ടാക്സ് ഗെയിൻ ഹാർവെസ്റ്റിംഗ് ചെയ്യുക, ടാക്സ് ലോസ് ഹാർവെസ്റ്റ് ചെയ്യുക എന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. എനിക്കിവിടെ കിട്ടിയിരിക്കുന്ന 1,20,000 രൂപ വരെയുള്ള ലോങ് ടൈം ക്യാപിറ്റലിൽ എനിക്ക് ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. എമൗണ്ട് ടാക്സിൽ നിന്ന് എസ്കേപ്പായി. ഇവിടെ വരുന്ന ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിനും ഷോർട്ട് ടൈം ക്യാപിറ്റൽ ലോസും നോക്കുക. ഷോർട്ട് ടൈമിൽ ഏകദേശം 7 ലക്ഷം രൂപയുടെ ക്യാപിറ്റൽ ലോസ് ഉണ്ടായിട്ടുണ്ട്. അതേപോലെ തന്നെ ലോങ് ടൈമിൽ ഏകദേശം 4,48,000 രൂപയുടെ. ഇത് നെറ്റായിട്ടുള്ളതാണ്. ആ 1,20,000 അല്ല, ക്യാപിറ്റൽ ഗെയിൻ കുറച്ചിട്ട് ബാക്കിയുള്ള എമൗണ്ടാണ് വരുന്നത്. അപ്പോൾ ഇവിടെ എനിക്ക് നെറ്റായിട്ട് ഏകദേശം 11,50,000 രൂപയോളം ലോസ് ഉണ്ട്. ഈ വന്നിരിക്കുന്ന 11,50,000 രൂപ എനിക്ക് 2 രീതിയിൽ കൈകാര്യം ചെയ്യാം. ഒന്നെങ്കിൽ എനിക്ക് മറ്റേതെങ്കിലും മ്യൂച്വൽ ഫണ്ടുകൾ, അതായത് മ്യൂച്വൽ ഫണ്ടുകളുടെ ഇക്വിറ്റി ഷെയറുകളിൽ നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും കമ്പനികളുടെ ഷെയർ വാങ്ങിയതിൽ നിന്ന് എനിക്ക് ക്യാപിറ്റൽ ഗെയിൻ ഇപ്പോഴും ഉണ്ടായിട്ടുണ്ടെങ്കിൽ
ക്യാപിറ്റൽ ഗെയിൻ ഉള്ള സ്റ്റോക്കുകളുണ്ടെങ്കിൽ, അതേപോലെ മ്യൂച്വൽ ഫണ്ടുകളും വേറെ ഷെയറുകളുമുണ്ട്. അപ്പോൾ അതിന് ഞാനിവിടെ ടച്ച് ചെയ്യുന്നില്ല. സാധാരണ മ്യൂച്വൽ ഫണ്ടുകളിൽ, ഇക്വിറ്റി ഫണ്ടുകളിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ലോങ് ടൈമിലേക്കുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഇതേപോലെ ഷോർട്ട് ടൈം ആയിട്ട് മാർക്കറ്റിൽ വരുന്ന ചേഞ്ചസുകൾ കണ്ട് നമ്മൾ ഭയപ്പെടരുതെന്ന് ഞാൻ തന്നെ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചോദിക്കുന്നുണ്ടാവാം, എന്തുകൊണ്ടാണ് ഇതൊരു ലോങ് ടൈമിലേക്കുള്ള ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറഞ്ഞിട്ട് താങ്കൾ എന്തിനാണിത് വിറ്റതെന്ന് നാച്ചുറലായിട്ട് നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ വരാം. അതിനുള്ള ആൻസർ എൻ്റെ കയ്യിലുണ്ട്. ഇവിടെ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ വരുന്ന 11,50,000 രൂപ എനിക്ക് വരുന്ന 8 വർഷത്തേന് ഈ ലോസ് ക്യാരി ഫോർവേഡ് ചെയ്യാം. വരുന്ന 8 വർഷത്തിൽ എനിക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്നോ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടുകളിൽ നിന്നോ ഏതെങ്കിലും ഗെയിൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ഗെയിന് ഇവിടെ എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ലോസ് നിങ്ങൾക്ക് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിനും ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിനുമായിട്ട് സെറ്റ് ഓഫ് ചെയ്യാം. എന്നാൽ ലോങ് ടൈം ക്യാപിറ്റൽ ലോസ് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിനായിട്ട് മാത്രമാണ് സെറ്റ് ഓഫ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അതുകൊണ്ടാണ് ഇത് 2 കാറ്റഗറി ആയിട്ട് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ലോസും ലോങ് ടൈം ക്യാപിറ്റൽ ലോസും ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. അപ്പോൾ എന്തുകൊണ്ടാണ് ഞാൻ ഈ സ്റ്റോക്കുകൾ വിറ്റത്? ഞാൻ ഈ സ്റ്റോക്കുകൾ ഇത്രയും ലോസിൽ വിറ്റതിന് മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ക്യാപിറ്റൽ ലോസ് വരുന്ന വർഷങ്ങളിലേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യുന്നതോടൊപ്പം തന്നെ എനിക്ക് കുറഞ്ഞ റേറ്റിൽ ഞാനിപ്പോൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന, അല്ലെങ്കിൽ ഞാൻ ഈ സ്റ്റോക്കുകൾ വിറ്റിരിക്കുന്ന റേറ്റിനേക്കാളും കുറവിൽ ഈ സ്റ്റോക്കുകൾ വാങ്ങാം. അതോടൊപ്പം തന്നെ അതിൽ മോശമെന്ന് എനിക്ക് തോന്നുന്ന പല കമ്പനികളുടെയും സ്റ്റോക്കുകൾ റീപ്ലേസ് ചെയ്തിട്ട് കുറച്ചും കൂടി ബ്ലൂ ചിപ്പ് കമ്പനികളിലോ അല്ലെങ്കിൽ കുറച്ചുകൂടി സ്റ്റേബിൾ ആയിട്ടുള്ള കമ്പനികളിലോ നിക്ഷേപം നടത്തണം. ഇങ്ങനെ 2 ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഞാൻ ഈ സ്റ്റോക്കുകൾ വിറ്റത്. ഈ ട്രാൻസാക്ഷൻ നടക്കുന്നത് ഏകദേശം 1 മാസങ്ങൾക്ക് മുന്നെയാണ്. അപ്പോൾ ഞാൻ ഈ സ്റ്റോക്കുകൾ വിറ്റതിന് ശേഷം മാർക്കറ്റ് പിന്നെയും ഒരുപാട് കറക്ഷൻസ് വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഞാൻ വിറ്റ സ്റ്റോക്കുകളുടെയും പ്രൈസുകളിൽ ഒരുപാട് കറക്ഷൻസ് വന്നിട്ടുണ്ട്. ഞാൻ വിറ്റ റേറ്റിൽ നിന്നും പിന്നെയും മാർക്കറ്റ് താഴോട്ട് വന്ന ഒരു സാഹചര്യത്തിൽ ഞാൻ പുതിയതായിട്ട് സ്റ്റോക്കുകൾ, ഈ വിറ്റ് കിട്ടിയ പ്രൊസീഡ്സിൻ്റെ ഏകദേശം 50% ഞാൻ സ്റ്റോക്കുകൾ വാങ്ങാനായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിവിടെ ഈ ലോസ് ബുക്ക് ചെയ്തപ്പോൾ എനിക്ക് 2 കാര്യങ്ങളാണ് അതിൽ സംഭവിച്ചത്. ക്യാപിറ്റൽ ഗെയിൻ ഹാർവെസ്റ്റിംഗ് ചെയ്യാൻ പറ്റി, ക്യാപിറ്റൽ ലോസ് ഹാർവെസ്റ്റിംഗ് ചെയ്യാൻ പറ്റി. എനിക്കിവിടെ കൂടുതലായിട്ട് വന്നിരിക്കുന്ന ലോസ് വരുന്ന 8 വർഷത്തേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ കുറഞ്ഞ റേറ്റിൽ ഞാനിപ്പോൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ഷെയറിനേക്കാളും നല്ല ഷെയറുകൾ എനിക്ക് വാങ്ങാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇത് വളരെ റിസ്കി ആയിട്ടുള്ള കാര്യമാണ്. ഈ എക്സാമ്പിൾ കണ്ടിട്ട് മറ്റാരും ഇത് ട്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഞാൻ ഹൈ റിസ്ക് കാറ്റഗറിയിലുള്ള ഒരു ഇൻവെസ്റ്ററാണ്. ഞാനിവിടെ ഒരു വലിയ റിസ്ക്കാണ് എടുത്തത്. കാരണം ഞാനിത് വിറ്റതിന് ശേഷം മാർക്കറ്റ് മുകളിലേക്കാണ് പോയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഉദ്ദേശിച്ച രീതിയിലുള്ള ഒരു ഗെയിൻ ഇതിൽ നിന്ന് എനിക്ക് ലഭിക്കില്ലായിരുന്നു. എങ്കിൽ തന്നെയും ഞാൻ ഈ നഷ്ടത്തിൽ വിറ്റ ഓഹരികളുടെ ഏകദേശം 50% കൂടുതൽ ഓൾറെഡി മാർക്കറ്റിൽ നല്ല നല്ല ഷെയറുകൾ വാങ്ങാനായിട്ട് ഞാൻ ഉപയോഗിച്ചു കഴിഞ്ഞു. ഇനിയും ബാലൻസ് ഉള്ള 50% എമൗണ്ട് മാർക്കറ്റിൽ ഒരു ഫേവറബിൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ വരുന്നതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. ഇത് പിടിക്കേണ്ട ആവശ്യമില്ല. ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ടിൻ്റെ ഒരു പ്രശ്നം ഇവിടെ വരുന്നില്ല. കാരണം ഈ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന സ്റ്റോക്കുകൾ റെയർ ആയിട്ടുള്ള കമ്മോഡിറ്റികളല്ല. നമുക്ക് ഏത് സമയത്ത് വേണമെങ്കിലും വാങ്ങാം. മാർക്കറ്റ് ഷോർട്ട് ടൈമിലേക്ക് മേളിലേക്ക് പോകാം, മാർക്കറ്റ് ഷോർട്ട് ടൈമിലേക്ക് താഴേക്ക് വരാം. ഞാൻ ഈ സ്റ്റോക്ക് വിൽക്കുന്ന സമയത്ത് മാർക്കറ്റ് താഴോട്ട് പോകുമെന്ന് ഉറച്ച് വിശ്വസിച്ച കാരണം മാത്രമാണ് ഞാൻ ഈ സ്റ്റോക്കുകൾ വിറ്റത്. അഥവാ മാർക്കറ്റ് മുകളിലേക്കാണ് പോയിരുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഉദ്ദേശിച്ച രീതിയിലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് എനിക്ക് നടത്താൻ പറ്റാതെ വന്നേനെ. എന്നിരുന്നാൽ തന്നെയും ഇതിനെക്കുറിച്ച് അറിയുന്ന വ്യക്തികൾ, ഇതിനെക്കുറിച്ച് പഠിച്ചതിന് ശേഷം ഇതേപോലെയുള്ള സ്ട്രാറ്റജികൾ സ്വന്തം റിസ്കിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. ഞാനൊരു ഹൈ റിസ്ക് കാറ്റഗറിയിലുള്ള ഒരു ഇൻഡിവിജ്വൽ ആയത് കാരണം മാത്രമാണ് ഇതേപോലത്തെ ഒരു റിസ്ക് എടുത്തത്. എങ്ങനെയാണ് നിയമപരമായിട്ടുള്ള രീതിയിൽ നിങ്ങൾക്കുണ്ടാകാവുന്ന ക്യാപിറ്റൽ ഗെയിനും അതേപോലെയുള്ള ക്യാപിറ്റൽ ലോസും എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാമെന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടാവാം. ഇതൊരു ടാക്സ് അഡ്വൈസ് ആയിട്ട് കൺസിഡർ ചെയ്യരുത്. ഇതേപോലെയുള്ള ടാക്സ് ഹാർവെസ്റ്റിംഗ് മെത്തേഡ് ഫോളോ ചെയ്ത് നിയമപരമായിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് ടാക്സ് സേവ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ഒരു ടാക്സ് കൺസൾട്ടൻറ്റിൻ്റെയോ അല്ലെങ്കിൽ ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റിൻ്റെയോ ഹെൽപ്പ് എടുക്കുക. ഈ വീഡിയോ ജസ്റ്റ് എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് മാത്രമാണ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. ഓരോ വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ടാക്സിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഡിഫറൻ്റ് ആണ്. അതുകൊണ്ട് ഓരോരുത്തർക്കും വ്യക്തിപരമായിട്ടുള്ള രീതിയിൽ ഇതേപോലെയുള്ള കമ്പ്യൂട്ടേഷൻ ചെയ്യേണ്ടതായിട്ട് വരും. ഇതേപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള 1200ഓളം വീഡിയോകൾ
ഈ യൂട്യൂബ് ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ ചാനലിൽ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോകൾ യഥാസമയം നിങ്ങളിൽ എത്തണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഈ വീഡിയോ ലൈക്ക് ചെയ്യുകയും മറ്റുള്ളവരെ അറിവിലേക്ക് വേണ്ടി ഷെയർ ചെയ്യുകയും ചെയ്യുക. ഇതേപോലെ യൂസ്ഫുള്ളും ഇൻഫോർമേറ്റീവുമായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായിട്ട് മറ്റൊരവസരത്തിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.